നോറ വന്ന് കേക്ക് തേക്കുന്നു അല്ലേ? അപ്പൊ ആ ആക്ട് ശരിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പടക്കം റൂമിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. അതായത് ഡോർ തുറന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ജനൽ തുറന്നിട്ട് പടക്കം 2-3 പടക്കം എറിഞ്ഞിങ്ങനെ ഒരു അത് മോശമല്ലേ? വേണമെങ്കിൽ തീ പിടിച്ചാലൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. തീരുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. സ്വഭാവമായിട്ട് റോക്കി കാണും ചെയ്തില്ല. ശരിക്കും ഞാൻ വിളിച്ചില്ല. എനിക്ക് നന്നായിട്ട് തെളിവിക്കാൻ അറിയാം. ഞാൻ ചീത്ത വിളിക്കുന്ന ആളാണ്, നന്നായി ചീത്ത വിളിക്കുന്ന ആളാണ്. പക്ഷേ അവിടെ വെച്ച് എന്തുകൊണ്ട് ചീത്ത വിളിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടരുത്, വോയിസ് ഫസ്റ്റ് വേണം, വാ പൊളിച്ച് സംസാരിക്കരുത്. അപ്പൊ ഞാൻ നിൽക്കണേ, ഇതിനകത്ത് ഞാൻ നിൽക്കണേ. നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഒരു ടാസ്ക് വരുവാണ്. പിന്നെ ഹോൾഡ് ചെയ്യുന്ന ടാസ്കിൽ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല. കാരണം ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ എന്റെ കൈ ഇങ്ങനെ പറഞ്ഞിരിക്കുക. എനിക്ക് കൃത്യമായിട്ട് അറിയാം ലക്ഷങ്ങൾ, അതായത് 1, 2, 3, 4, 5 ലക്ഷം ഒന്നും അല്ല, 20 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും കൊടുത്ത് PR ആൾക്കാരെ കൃത്യമായിട്ട് എനിക്കറിയാം. ഈ ആഘോഷങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക എന്ന് പറയുന്നു. ശരിക്കും അപ്രതീക്ഷിതമായിരിക്കും ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അല്ലെ. ഇതിനോടകം തന്നെ കുറേ പ്രാവശ്യം അല്ലെ സംസാര വിഷയമായിട്ടുണ്ടായിരുന്നു ഈ കേക്ക് ഇതെന്നുള്ളത്. ശരിക്കും നമുക്ക് പരിമിതിക്കുള്ളിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മറ്റുള്ളവരുടെ കാഴ്ചയിൽ അത് വേറെ തലത്തിലേക്ക് മാറുക എന്നുള്ളതിൻ്റെ ഉദാഹരണമായിരുന്നു ശരിക്കും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കിടയിൽ മാത്രം. ആ നോറ വന്ന് കേക്ക് തേക്കുന്നു അല്ലെ? അപ്പൊ ആ ആക്ട് ശരിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിനിപ്പോ പല ഇന്റർവ്യൂലാണെങ്കിലും എന്റെ ബ്ലോഗിനകത്താണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെന്നല്ല. പക്ഷെ അത് ഞങ്ങൾക്കിടയിൽ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, ഇപ്പൊ അത് മറ്റുള്ള ആൾക്കാർക്ക് തെറ്റായിരിക്കാം, പക്ഷെ അത് ഞങ്ങൾക്കിടയിൽ അത് ഒരു ഫണ്ണായിരിക്കാം. അത് പലരും പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ അത് പിന്നീട് നമുക്കത് ബർത്ത്ഡേ പരിപാടികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു വെഡിങ് ഡേ ശരിക്കും അങ്ങനെയല്ലേ എന്നുള്ളത്. അത് ഏറ്റവും പ്രത്യേകിച്ച് ലിനുവിന്റെ മുഖം പോയാലാണ് എല്ലാവരും കൂട്ടി വെച്ച് വായിച്ചിട്ടുണ്ടായിരുന്നത് ആ സ്റ്റേജിൽ നിന്നവരുടെ. എവിടെയും തിരിച്ച് ചെയ്യുന്നതാണ്, ആ സൗഹൃദത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ്. പക്ഷെ വേദി രണ്ടായി പോയില്ലേ ഒരു വെഡിങ് ഡേ അല്ലേ, മാറ്റമില്ലേ എന്നായിരുന്നു ശരിക്കും ചോദ്യം. അല്ല, ആ ചോദ്യം നമുക്ക് 2 രീതി ആൻസർ പറയാം. ഇപ്പോ ബർത്ത്ഡേ ഫംഗ്ഷൻ ശരിയാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നോറയുടെ ബർത്ത്ഡേക്ക് പോകുന്നു, അവള് നന്നായിട്ട് ഒരുങ്ങി അല്ലേ. കുറെ അന്ന് എനിക്ക് തോന്നുന്നു ജെ ആണ് ആ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ വസ്ത്രമൊക്കെ ഇട്ട് ക്യാമറാസ് ഒക്കെ ഉണ്ട്. അവരൊരു ഹോട്ടലില് ഒരു സ്ഥലം റെന്റിനെടുത്ത് അവിടെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അവള് നേരെ എൻട്രി ചെയ്യുന്നു, വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്താണ് ഞാൻ കൊണ്ടുപോയിട്ട് കേക്ക് തേക്കുന്നത്. നെക്സ്റ്റ് ഇയറിലും ബർത്ത്ഡേ ഉണ്ട്. പക്ഷേ മേ ബി ആ ബർത്ത്ഡേ ഇതേപോലെ ആഘോഷിക്കപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം BB എന്ന് ഇറങ്ങിയിട്ട് നോറയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ബർത്ത്ഡേ നോറയുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോഴത്തേക്കും ഇവൻ എന്റെ ദേഹത്ത് കൊണ്ട് കേക്ക് തേച്ചത് ശരിയല്ലല്ലോ എന്ന് വേണമെങ്കിൽ നോറയ്ക്ക് ചിന്തിക്കാം അല്ലെ. നോറയെ കൊണ്ട് പൂളിൽ കൊണ്ടുപോയിട്ട് ഞാൻ മുക്കുന്നു ബർത്ത്ഡേ ദിവസം തന്നെ. അവർ റൂമിലേക്ക് പോകുന്നു, ഡ്രസ്സ് വാങ്ങും, തിരിച്ചു വരുന്നു. ഇത് മറ്റുള്ള ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഇപ്പൊ എന്റെ കല്യാണ സമയം വരെയും ഞാൻ ആ ചെയ്ത പ്രവൃത്തി കംപ്ലീറ്റ് ഒരു വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് തെറ്റാണെന്ന് എല്ലാവരും പറയും അല്ലേ? ശരിയല്ലേ? കാരണം നോറയുടെ ബർത്ത്ഡേ വൃത്തിയോടെ കാണിച്ച് പല കമന്റ്സ് വരും. ഒന്ന് ഫുഡ് വേസ്റ്റ് ആക്കിയെന്ന് പറയും, പിന്നെ ഒരു ബർത്ത്ഡേ ദിവസം പെണ്ണിന്റെ അടുത്ത് ഇത്ര അക്രമം കാണിക്കുന്നില്ലാണെന്ന് പറയും. ഇനി ഇത് കമ്പാരിസൺ വന്നപ്പോഴത്തേക്കുമാണ് ഈ ബർത്ത്ഡേയും കല്യാണം ആ കമ്പാരിസൺ ആണ് അവിടെ തെറ്റ് തീരുമാനിക്കുന്നത്. അതൊരു പക്ഷേ നമ്മൾ ഈ ബർത്ത്ഡേക്ക് കേക്ക് വാരി തേക്കുന്നത് സ്ഥിരം കാണുന്ന സംഭവം. അതെ, ശരിക്കും അത്രത്തോളം പരിചിതമല്ലാത്തൊരു കാര്യം കൂടി ആയതുകൊണ്ടായിരിക്കാം കല്യാണം എന്നുള്ള സംഭവം ഇല്ലല്ലോ. പക്ഷെ നിങ്ങളുടെ സൗഹൃദം സൗഹൃദത്തിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ കല്യാണ സമയത്ത് പല ആൾക്കാർ പല ഈ ഓളിത്രം എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയും, അങ്ങനെ കാണിക്കാറുണ്ട്. ഇപ്പൊ കല്യാണ സമയത്ത് ചെക്കനും പെണ്ണും കുടിക്കാനുള്ള മമ്മിയും പപ്പായുടെ ആൽബം കണ്ടപ്പോഴും അമ്മ ശരിക്കും അത് കരിക്കലായിരുന്നു, എനിക്ക് റമ്മായിരുന്നു. ചിലര് ബോധപൂർവ്വം ചെക്കന്മാരെ ഫ്രണ്ട്സിനോട് പറയും, ചിലപ്പോ ഒഴിച്ചു വെക്കടാന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടില് ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് ഞങ്ങള് പടക്കം റൂമിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. അതായത് ഡോർ തുറന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ജനൽ തുറന്നിട്ട് പടക്കം 2-3 പടക്കം എറിഞ്ഞിങ്ങനെ ഒരു അത് മോശമല്ലേ? കാരണം കല്യാണ സമയത്ത് അത് ചെയ്ത് ഭയങ്കര മോശമാണ്. വേണമെങ്കിൽ തീ പിടിച്ചാലൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അതെ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് തെറ്റ് തന്നെയാണ്, അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. അപ്പോ നോറ ചെയ്ത പ്രവൃത്തിയാണെങ്കിലും സിജോ ചെയ്ത പ്രവൃത്തിയാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്, പൊതുസമൂഹത്തിൽ തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ഞങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാവുമ്പോൾ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞിട്ട് അവള് എന്നോട് വന്ന് അത് അനുവാദം ചോദിച്ചു. ഞാൻ വേണമെങ്കിൽ ആ സമയത്ത് നോ പറഞ്ഞിരുന്നെങ്കിൽ നോറ തേക്കില്ല. ഞാൻ നോ പറഞ്ഞില്ല. അത് ഇത് ക്യാമറ എടുക്കുന്ന മീഡിയയ്ക്കോ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല, ഈ കഥകളെല്ലാം അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കിടയിൽ അത് ആ പ്രവർത്തനം കഴിഞ്ഞു പോയതാണ്. അത് എനിക്ക് പറയും കംപ്ലൈന്റ് ഇല്ലെങ്കിൽ അവിടെ കൊണ്ടത് തീർക്കാമായിരുന്നു. പക്ഷെ ഇതൊന്നും പുറം ലോകത്തിന് അറിയത്തില്ലല്ലോ. പ്രതികരിച്ച ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിച്ച ആൾക്കാർക്കോ ഒന്നും ഈ കഥകളൊന്നും അറിയില്ല. അതുകൊണ്ടായിരിക്കും അതൊരു വിവാദമായിട്ട് മാറിയത്. ഈ ശരിക്കും നമ്മൾ പറയും കല്യാണങ്ങളിലും മരണങ്ങളിലും ആണ് ഇത് തീരുക, സോൾവ് ചെയ്യാൻ
അവിടെയാ തുടങ്ങിയത്. പക്ഷേ ഇതവിടെ തുടങ്ങി, പക്ഷെ അവിടെ തീരുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് റോക്കി കാണും ചെയ്തില്ല, ശരിക്കും വിളിച്ചില്ല എന്നുള്ളത്. അത് അദ്ദേഹം ശരിക്കും എത്തരത്തിൽ പിന്നെ കോണ്ടാക്ട് ഉണ്ടായില്ല എന്നുള്ളത് എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ്. കാരണം ഞാനിപ്പോ ബിഗ് ബോസ് വെച്ചിട്ട് മേ ബി എല്ലാവർക്കും മറക്കും. നമ്മൾ ബിഗ് ബോസിലെ ഇപ്പൊ ആ കഥ പറയുമ്പോഴേക്കും അങ്ങനെയാണെന്ന് ഓർത്തെടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, എനിക്ക് ആ വ്യക്തിയോട് കംപ്ലൈന്റ് ഇല്ല, പരാതിയില്ല. കാരണം ബിബിയിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായി, അദ്ദേഹത്തെ പുറത്തേക്കുവാണ്, ആ വ്യക്തിയെ പുറത്താക്കുവാണ് എന്ന് പറയുമ്പോൾ ഞാൻ എണീക്കുന്ന അവിടെ വെച്ച് പറഞ്ഞു പുറത്താക്കണ്ട, എനിക്ക് കംപ്ലൈന്റ് ഇല്ല, എനിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രം പുറത്താക്കിയ പോലെ ഞാൻ ചോദിച്ചു. അതൊക്കെ പുറത്ത് വന്നോന്നില്ല എനിക്കറിയില്ല, കാരണം ഒരു എപ്പിസോഡ് പോലും കാണാത്ത ആളാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് സിജോ, ഇത് സിജോയുടെ തീരുമാനമല്ല, ബിഗ് ബോസിന് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നു. സിജോയ്ക്ക് ഈ കാര്യത്തിൽ സിജോ ഇനി ഇടപെടണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് വെച്ചത്. അപ്പം പിന്നീട് എനിക്ക് വോയിസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു പരാതിയില്ല, പ്രശ്നമില്ല ഞാൻ പറഞ്ഞതാണ്. ഇത് ആൾക്കാർക്കിടയിൽ എത്തുന്നുണ്ട്. സിജോ പറഞ്ഞു പരാതിയില്ല. ഞാൻ ഈ പരാതിയില്ല എന്ന് പറയുന്നത് എനിക്കൊരു ഇഷ്യൂ ഇല്ല എന്ന് എന്നെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ കൺഫേം പറഞ്ഞതിന് ശേഷമാണ്. അതായത് സിജോക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഇവിടെ ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്, ചിലപ്പോ ആ ഒരു പഞ്ച് കിട്ടിയതിന്റെ സ്വെല്ലിംഗ് ആയിരിക്കാം, നാളെ നമുക്ക് സിജോ ഓക്കെ ആയിക്കോളും കേട്ടോ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലുള്ള ധാരണ എന്താണ്, ഞാൻ നാളെ രാവിലെ ആകുമ്പോൾ ഓക്കെ ആവും, പഴയ പോലെ തന്നെ എനിക്ക് ബിഗ് ബോസിൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഈ ഇദ്ദേഹത്തിന്റെ പുറത്താക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് പറയുന്നത് സിജോ കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകും. അദ്ദേഹത്തിനൊക്കെ പുറത്താക്കി കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു എക്സ്റേ എടുക്കുന്നു. എക്സ്റേക്ക് അത് വിസിബിൾ അല്ല, സ്കാൻ ചെയ്യണമെന്ന് പറയുന്നു, സ്കാൻ ചെയ്യുന്നു. ഈ സ്കാനിങ്ങിന് ശേഷം അപ്പോഴും എൻ്റെ അടുത്ത് എന്താണ് ഇഷ്യൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും തിരിച്ച് ബിബിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവിടേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും എന്നെ വിളിപ്പിക്കുന്നു. എന്തിനാണ് പറയുന്നത്, സിജോക്ക് സ്കാനിങ്ങിനകത്ത് ഒരു ചെറിയ അവിടെ ഒരു വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ ഫ്രാക്ചർ വിസിബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് സർജറി ചെയ്യണം. ഇത് ഞാൻ അറിയുന്നത് ഈ അദ്ദേഹത്തിന്റെ പുറത്താക്കലും കാര്യം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ അതിനുമുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് പരാതിയില്ല, നിയമപരമായിട്ട് എനിക്ക് പരാതിയില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ എഴുതി കൊടുക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് എന്റെ സ്കാനിങ്ങിനും എന്റെ സർജറി ആണെന്ന് ഞാൻ അറിയുന്നതിന് മുന്നേ ആണ്. ഒരു പക്ഷേ സിജോക്ക് സർജറി ഉണ്ട്, സിജോ ഒരു 28 ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ആ തീരുമാനം മാറ്റിയേനെ. കാരണം അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു പക്ഷെ അന്ന് എന്നെ ഓർത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച ആൾക്കാരൊക്കെ അല്ലെങ്കിൽ സിജോനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഒരു പക്ഷെ ആഘോഷമായിരിക്കും. ഈ ഒരു പക്ഷേ ഇപ്പൊ ഇത് സംഭവിച്ചു എന്നുള്ള സംഭവം പറഞ്ഞു, ഇത് ശരിക്കും ഈ എത്രത്തോളം ഇതിന്റെ തീവ്രത മറച്ചു വെച്ച് ശരിക്കും സിജോന്റെ ഭാഗത്ത് ഒരു ഇഷ്യൂ ഉണ്ടാവരുത് എന്നുള്ള ബോധപൂർവ്വമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോ ഞാൻ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൂടിച്ചേർക്കാം. ഞാൻ അധ്യാപകനായിരുന്നത് കൊണ്ട് ഒരു സ്ഥലത്ത് പെരുമാറേണ്ട രീതികളെ കുറിച്ച് എനിക്ക് മോശമല്ലാത്ത രീതിയിലുള്ള ധാരണ എനിക്കുണ്ട്. ഇതൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഒരാൾ എന്നെ കയ്യേറ്റം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ അവിടെ വെച്ച് അതേ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാനും അയാളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഇപ്പൊ ഇത് ഒരുപാട് കുട്ടികൾ കാണുന്ന, ഇപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് മാക്സിമം തെറി പോലും വിളിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് നന്നായിട്ട് തെറി വിളിക്കാൻ അറിയാം. നമ്മളെല്ലാവരും ഞാൻ ചീത്ത വിളിക്കുന്ന ആളാണ്, നന്നായി ചീത്ത വിളിക്കുന്ന ആളാണ്. പക്ഷേ അവിടെ വെച്ച് എന്തുകൊണ്ട് ചീത്ത വിളിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം വിളിക്കാവുന്നതാണ്. അത് മറ്റേ മാസ്ക് ഇട്ട് നിൽക്കുന്നതുകൊണ്ടല്ല, കാരണം ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അങ്ങനെ നമ്മൾ വായി തോന്നിയെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് നാളെ അത് സിജോനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവില്ല. അപ്പം അവിടെ വെച്ച് ഞാൻ ഒരാളെ ഇടിക്കുകയാണ്, ഞാൻ തിരിച്ചപ്പം തന്നെ അടി വെച്ച് കൊടുക്കാൻ പുറത്താണെങ്കിൽ പ്രശ്നം തല്ലും. ഇപ്പൊ എന്റെ നാട്ടിൽ വെച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് ഒരാളെ അറ്റാക്ക് ചെയ്യാണ്, ഉറപ്പായിട്ടും തിരിച്ചടി. കാരണം അത് 2 സ്ഥലം വ്യത്യസ്തമാണ്. ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. മനഃപൂർവ്വം തന്നെ അവിടെ വെച്ച് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാവുന്നതാണ്. അതിലിപ്പോ ഗെയിമിന്റെ ഭാഗമായിട്ടാണ്. ആ സമയത്ത് നമ്മൾ ഒരു അടി കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആരുടെ മനസ്സിൽ ഗെയിമൊന്നും പെട്ടെന്ന് വരത്തില്ല. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ആക്ഷൻ റിയാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബ്രോ ചോദ്യോത്തരത്തിലേക്ക് വരാം. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് സർജറി ആവും. അപ്പോൾ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് സ്റ്റിച്ച് പോലും ഇടുന്നു. എന്റെ ശരീരത്തിൽ ഒരു സ്റ്റിച്ച് ഇടുക, ഒരു ട്രിപ്പ് ഇട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ പോലും എനിക്ക് ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കൊരു പനി വരും, ചുമ വരും, ഞാൻ കൊണ്ട് കാണിക്ക് തിരിച്ചു കൊണ്ട് വീട്ടിൽ പോരും. ഫസ്റ്റ് ടൈം ആണ് എനിക്ക് സർജറി. എന്റെ സർജറിക്ക് എന്റെ വീട്ടിലുള്ള ആരും എന്റെ കൂടെ ഇല്ല. എന്റെ അച്ഛനില്ല, അമ്മയില്ല, എന്റെ സഹോദരങ്ങളില്ല, അച്ഛനില്ല, ആരും സുഹൃത്തുക്കൾ ആരും എന്റെ കൂടെ ഇല്ല. സർജറി കഴിഞ്ഞ് ഞാൻ മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എനിക്കൊന്നും മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് എന്റെ മൂത്രം പോകുന്നില്ല. സർജറി കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് സർജറി കഴിഞ്ഞിട്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. എന്റെ ദേഹം മൊത്തം റെഡ് കളറിലായി, പിമ്പിൾസ് പോലെ വന്നിങ്ങനെ മൊത്തം റെഡായി. എനിക്ക് മര്യാദക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഞാൻ ഈ വേദന അനുഭവിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ പോലും ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഇവരെയൊക്കെ അറിയിക്കുന്ന സർജറിക്ക് ശേഷമാണ്. സിജോയുടെ സർജറി കഴിഞ്ഞു എന്നാണ് വീട്ടുകാരെ പോലും അവർ വിളിച്ച് അത് അവരെന്നെ ടേക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ അവർ ബിബിയുടെ ടീമിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഇപ്പം ഞാൻ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ട് ആ സമയത്ത്. ഓക്കെ, ഞാൻ അതെല്ലാം പോട്ടെ നോക്കാം. 28 ദിവസം ഞാൻ മാറി.
ഈ 28 ദിവസം ഞാൻ മാറി നിന്നപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് കയറും എന്ന് എൻ്റെ അവർ പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ വീട്ടുകാരെന്ന് കോൺടാക്ട് സംസാരിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കൂടെ അവരുണ്ട്, ഞാനിങ്ങനെ സ്പീക്കറോട് സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് ആ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്തോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ പ്രവൃത്തി ചെയ്ത വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്തോ? അവർ പറഞ്ഞു കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കയറാൻ കുറച്ചുകൂടെ സമയമുണ്ട്, എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളെയോ അച്ഛനെയോ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം. എൻ്റെ സഹോദരങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു മെസ്സേജ് എങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. വന്നിട്ടേ ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി അയാൾ കാണിക്കുന്നത് വെറും ഒരു നാറിയ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല, അത് മാത്രമല്ല എൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പുള്ളി അത് പുറത്ത് ആഘോഷിക്കുകയാണെന്നൂടെ പറഞ്ഞു. ഓക്കെ, ആഘോഷം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, എന്താണ് ആഘോഷിക്കുന്നത്, ഏത് രീതിയിലാണ് ആഘോഷിക്കുന്നത് അതൊക്കെ ഞാൻ അറിയുന്നത് ഞാൻ പുറത്തായി വന്നതിന് ശേഷമാണ്. ഈ ആഘോഷിക്കപ്പെടുന്ന വേർഡ് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഊഹിക്കാം ഏത് രീതിയിലാണ്. അപ്പം നമ്മൾ ആണുങ്ങളാണല്ലോ, നമുക്ക് മനസ്സിലാവും ഒത്തിരി ഞാൻ ഇടിച്ചു എന്നുള്ളത് ഒരു ഗമയായിട്ട് കാണുന്ന ഒരാള്. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കകത്ത് അവിടെ വെച്ച് ഇപ്പൊ ഞാൻ സുഹൃത്തായിട്ട് കണ്ട ഒരാളെ പോലും ഞാൻ തല്ലില്ല. ഞാനിപ്പോ നമ്മൾ പോയി പരിചയപ്പെടും, ഓക്കെ, നമ്മൾ പരിചയപ്പെട്ട് നമുക്ക് ഒരു സൗഹൃദം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് കൈ പൊക്കാൻ തോന്നില്ല. ചിലപ്പോൾ നമ്മൾ ചീത്ത വിളിക്കും, കൂടിപ്പോ മുന്തും ദേഷ്യപ്പെട്ടു, അല്ലാണ്ട് കൈ പൊക്കി അടിക്കില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എനിക്ക് അത്യാവശ്യം ബോധം വീരോളത്തിനാണല്ലോ. അപ്പം എൻ്റെ നേരെ അയാളൊരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് കൈപൊക്കി എന്നെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ വ്യക്തിക്ക് ബോധമില്ല, ഒന്നെങ്കിൽ ബോധമില്ലാത്തൊരുത്തനാണ്. അതായത് ഇടക്കിടക്ക് മാത്രം ബോധം വരുന്ന, അല്ലാത്തപ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ആ പരിഗണനകൾ അദ്ദേഹം ഇല്ല. പിന്നെ എനിക്ക് ആ സൗഹൃദത്തിന്റെ ആവശ്യമേ എനിക്കില്ല. അങ്ങനെ ആ സൗഹൃദം കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടാണ് തിരിച്ച് ബിബിയിലേക്ക് ഞാൻ വരുന്നത്. പിന്നീട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നീട് കാണുന്നത് ഒരു കോമാളിയെ പോലെ ഇത് ആഘോഷിക്കുന്ന ഒരു വ്യക്തിനെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു പരിഗണനയും ആ വ്യക്തി എന്നെ അർഹിക്കുന്നേ ഇല്ല, അതിന്റെ ആവശ്യം ഇല്ല. പിന്നീട് ഋഷിയുടെ കല്യാണ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 100 മീഡിയാസ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി എൻ്റെ 2ാമത്തെ സർജറിയും കഴിഞ്ഞ് ഞാൻ ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് ഞാൻ ഋഷിയുടെ മാരേജ് എല്ലാം ഓക്കെ ആയി, ഫിസിക്കലിയൊക്കെ ഓക്കെ ആയിട്ട് ഞാൻ ചെല്ലുന്നത്. ആ സമയത്ത് എൻ്റെ അടുത്ത് പുള്ളി മീഡിയാസിന്റെ മുന്നിൽ വെച്ചിട്ടാണോ എന്ന് പറഞ്ഞു, സിജു സോറി മാമ. അപ്പം ഞാൻ ചോദ്യം ഉണ്ടായിരുന്നു, ഇത്രയും ദിവസമുണ്ട് ഞാൻ ഇറങ്ങിയിട്ട് കുറെ ദിവസമായി, നമ്മൾ ഒരു ഗ്രൂപ്പിലുണ്ട്, എൻ്റെ നമ്പർ ഇടാൻ വളരെ ഈസിയാണ്. ആ ഗ്രൂപ്പിൽ സിജുയുടെ നമ്പർ ഇട്ടാൻ ഒരുപാട് പേര് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാം സോറി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ അത് വിട്ടേക്കെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം. എൻ്റെ സുഹൃത്തുക്കളെയോ എൻ്റെ വീട്ടുകാരെ എപ്പോഴൊക്കെയോ കോൺടാക്ട് ചെയ്യായിരുന്നു, എനിക്ക് സർജറി സമയത്ത് കോൺടാക്ട് ചെയ്യാം, അതൊന്നും ചെയ്യാത്ത ആൾ മീഡിയനെ കാണുന്ന സമയത്ത് മീഡിയയുടെ മുന്നിൽ വെച്ചിട്ട് കോണ്ടന്റിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സോറി പറയുമ്പോഴത്തേക്കും അതെടുത്ത് കീശയിൽ വെക്കാനായിട്ട് പുള്ളി ജനിപ്പിച്ച ആളും എന്നെ ജനിപ്പിച്ച ആളും ഒന്നല്ല. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് കൃത്യമായിട്ട് തോന്നി. 100% ഡ്രാമയായിട്ട് തോന്നിയെന്നല്ല, അത് ഡ്രാമ ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് തോന്നലും ഉറപ്പുള്ളത് രണ്ടാമത്. എനിക്കത് ഉറപ്പുള്ള വിഷയമായി. പിന്നെ പിന്നെ എന്തിന് ഞാനത് ഇനി ആ സൗഹൃദം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മണ്ടനായിരിക്കും, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പം നമ്മളെ അത്രത്തോളം ഉപദ്രവിച്ചതിൽ ഒരു രീതിയിലുള്ള ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഒരാളെ ഇനിയും സുഹൃത്തായിട്ട് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാനല്ല മണ്ടൻ. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ശരിക്കും പലപ്പോഴും തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഈ അവിടെ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് എന്നൊരു വലിയൊരു വേദിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ശരിക്കും അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ഒരു സമയം കിട്ടിയിട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ ശരിക്കും? ഈ വിഷയത്തിലല്ല, പൊതുവെ എന്തെങ്കിലും ബിഗ് ബോസുമായിട്ട് ഷോയെ ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലേക്ക് എനിക്ക് ഇത് പരാമർശം നടത്തേണ്ടതുണ്ട്, എന്നാൽ അത് ചിലപ്പോൾ ഷോയും അല്ലെങ്കിൽ അധികാരികളും എതിരായി പോകുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നിട്ടുണ്ടോ എന്തെങ്കിലും ഇൻസിഡന്റ്? ഷോയുമായിട്ട് ബന്ധപ്പെട്ടല്ല, എനിക്ക് തന്നെ ഫിസിക്കലി എനിക്ക് സംസാരിക്കാൻ എനിക്ക് ചില സമയങ്ങളിൽ സംസാരിക്കണം തോന്നുന്നു. ഞാനൊരു 60ാമത്തെ ദിവസം ഹോട്ടൽ ടാസ്കിനിടയിൽ സമയത്ത് നമ്മുടെ സാബു ചേട്ടനും ശ്വേത ചേച്ചിയും ഗസ്റ്റായിട്ട് വന്ന ദിവസം ഇവർക്കത് അറിയാം. കാരണം അന്ന് ലൈവില്ല മാത്രം എൻ്റെ ഇവിടെ ഇങ്ങനെ ട്രിപ്പ് ഇട്ടതിന്റെ അല്ല ചുവന്നല്ലേ ലൈവിൽ കണ്ട ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ലൈവ് അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്തേക്ക് ഒരു 10,000 പേരോ 15,000 പേരൊക്കെ മാക്സിമം ലൈവ് ആണ്. അന്ന് ഞാൻ ഫിസിക്കലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ആ ഒരു ദിവസം എനിക്ക് പിന്നെ സ്വെല്ലിങ് വന്നു. അതായത് എൻ്റെ സർജറി ചെയ്ത സമയത്തുള്ള സ്വെല്ലിങ് എങ്ങനെയാണോ അതേപോലെ സ്വെല്ലിങ് എനിക്കിവിടെ വന്നു. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ വായിൽ ഇങ്ങനെ ഉമിനീരിങ്ങനെ ഒരു വശത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കാണുന്ന ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടാവും, എനിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും, ഭയങ്കര പെയിനാണ്. ഞാൻ നേരെ മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു. നമ്മുടെ പാലക്കാടുള്ള ഒരു ഡോക്ടർ മലയാളിയാണ്, ഇത് പറഞ്ഞു. അദ്ദേഹം എനിക്ക് പറഞ്ഞു, സിജു ഇങ്ങനെയാണെങ്കിൽ പുറത്ത് പോകേണ്ടി വരും, പറ്റില്ല, ഈ ആഴ്ച സിജുക്ക് പോകാം. അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, മിണ്ടരുത്, വോയിസ് ഫസ്റ്റ് വേണം, വാ പൊളിച്ച് സംസാരിക്കരുത്. അപ്പൊ ഞാൻ സംഘടന ഞാൻ നിൽക്കണേ, ഇതിനകത്ത് ഞാൻ നിൽക്കണേ, സംസാരിക്കരുതെന്നാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇത് എൻ്റെ കൂടുതൽ ആൾക്കാർക്ക് അറിയാം, പ്രത്യേകിച്ച് സായിക്ക് നന്ദന അവർക്കൊക്കെ അറിയാം, ജാസ്മിനൊക്കെ അന്നൊരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ടീമാണ്, അവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പെട്ടുപോയി ആ സമയത്ത്. അങ്ങനെ എനിക്ക്
ഞാൻ കയറുന്ന 47-ാമത്തെയോ 8-ാമത്തെ ദിവസമാണ് രണ്ടാമത് റീ എൻട്രി ചെയ്യുന്നത്. ആ ദിവസം മുതൽ ഏകദേശം ഒരു 70 ദിവസത്തിനിടയിൽ എനിക്ക് 15 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഈ വോയിസസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു ദിവസം എന്നെ എന്തിനാണ് ഇവിടെ നിർത്തിയേക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ? കാരണം രാവിലെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കും, കുറച്ച് മെഡിസിൻ തരും, സിജോ ഇന്ന് റെസ്റ്റ് ആണെന്ന് പറയാം, അട്ടേം തരും. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും അതിനുശേഷം പിന്നെ എന്റെ പാരന്റ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം പറഞ്ഞു, എന്റെ കണ്ടീഷൻസ് ഇങ്ങനെയായിരുന്നു, ദയവ് ചെയ്ത് ഓഡിയൻസിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ സിജോ എവിടെയെന്നൊരു ചോദ്യം ഉണ്ടാവും. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ സംസാരിക്കുന്നില്ലെങ്കിൽ ആ എപ്പിസോഡിൽ ഞാൻ ഇല്ല. സിജോ സംസാരിക്കുന്നില്ലെങ്കിൽ ആ എപ്പിസോഡിൽ സിജോ വരില്ലല്ലോ. 1.5 മണിക്കൂറുള്ള എപ്പിസോഡ് ഞാൻ ഉണ്ടാകും മൂലകമാറിയിരിക്കുന്നത് എത്ര സമയം കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കിത് തിരുത്താൻ പറ്റുന്ന ഒറ്റ സിറ്റുവേഷനേ ഉള്ളൂ, എനിക്കിത് പൊതുവേദിയിൽ പറയാം. ഐ മീൻ എപ്പോഴെങ്കിലും പറയാൻ പറ്റുക. പാരന്റ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് പറഞ്ഞു. പക്ഷെ അത് ആ ഭാഗം ഇതിപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഇത്തരത്തിൽ സംസാരിച്ചതിന്റെ പേരിലാണ് ഞാൻ സൈലന്റ് ആയി പോയതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ശരിക്കും ഇത് പൊതുവേദിയിൽ പറയാനുള്ളതാണ്. എപ്പോഴും ഇത് ക്യാമറ മുമ്പിൽ എപ്പോഴെങ്കിലും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, കട്ടിൽ എഡിറ്റിൽ പോയതാണ്. ശരിക്കും ഈ ഒരു ഉണ്ടായ ഇൻസിഡന്റ് ശരിക്കും മൊത്തത്തിൽ ഞാൻ എന്നുള്ള ഒരു മത്സരാർത്ഥിയെ വരെ ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നതായിരുന്നു ശരി അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാനിത് ഞാൻ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ ടോപ്പ് 5 വരുന്നോ വിന്നർ ആവുന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ ഒന്ന് നമ്മൾ നോക്കുമല്ലോ, വിലയിരുത്തും. നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ആദ്യത്തെ ഒരു 16 ദിവസം ഉണ്ടായിരുന്ന എന്തിലിടപെടാൻ പറ്റുന്ന ഈസി ആയിട്ട് ഒന്നിനും പേടിക്കാണ്ട് എല്ലാത്തിലും കയറി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം. ചിലപ്പോൾ നമ്മൾ പറയുന്നത് മണ്ടത്തരമായിരിക്കാം, പക്ഷെ അത് നമുക്കൊരു ഈസി ആയിട്ടൊന്ന് പോവാം അല്ലേ? പക്ഷെ അതിനുശേഷം പിന്നെ എനിക്കൊരു ഫിസിക്കലി മാത്രമല്ല മെന്റലി ഡൗൺ ആണ്. കാരണം ഓരോ ദിവസം എന്നെ വിളിച്ചിട്ട് സിജുവിന് റെസ്റ്റ് ആണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്താ ചിന്തിക്കുക, എന്റെ വോയിസ് ഒന്ന് റേസ് ആയിരിക്കും, ചിലപ്പോൾ ഇന്ന് എനിക്ക് പുറത്താട്ടി വരും. നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ആൻസർ ഇല്ലാത്ത സിറ്റുവേഷൻ എനിക്ക് ഒരുപാട് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ജിൻഡോ ബ്രോയുടെ അച്ഛനും അമ്മയും വന്ന ആ ദിവസത്തെ എപ്പിസോഡിൽ എന്നെ പിന്നെയും വിളിച്ചുകൊണ്ട് പോയി. എന്റെ അടുത്ത സ്കാനിങ്ങിന് കൊണ്ടുപോവാണ്. സ്കാനിങ്ങിന് കൊണ്ടുപോയിട്ട് ഡോക്ടർ പിന്നെ ചെക്ക് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ ഇവിടുത്തെ ഈ ടീത്ത് ഇപ്പോഴും പ്രശ്നമായിട്ട് നിൽപ്പുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ റെസ്റ്റ് എടുത്തേക്ക് അങ്ങോട്ട്. അതിപ്പോ 10-70 ദിവസമായി. അപ്പൊ ഇനി റെസ്റ്റ് എടുക്കുന്ന പറയുമ്പോഴത്തേക്കും ഞാൻ 70 ദിവസം കഴിഞ്ഞിട്ട് അപ്പോ പിന്നീടാണ് നമുക്ക് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വരുന്നത്. ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഷിവറിങ് ഉണ്ട്, അതായത് ഞാൻ ഇങ്ങനെ ചുമ്മാ കൈവച്ചിട്ട് കൈ ഇങ്ങനെ കിടന്ന് വിറച്ചോണ്ടിരിക്കും. കാരണം എനിക്ക് 12 മെഡിസിൻ ഉണ്ട് ഒരു ദിവസം, 12 ആന്റിബയോട്ടിക്സും ഉൾപ്പെടെ 12 മെഡിസിൻ ആണ് ഞാൻ ഒരു ദിവസം, ടാബ്ലറ്റ് ആണ് ഒരു ദിവസം കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത് നമുക്ക് ഊഹിക്കുമല്ലോ എത്ര നാളും. അതിനകത്ത് ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായി പോകും ഭയങ്കര. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഗെയിമിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് സിജോ നോക്ക്, സിജോ ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഒരു ടാസ്ക് വരുവാണ്. പിന്നെ ഹോൾഡ് ചെയ്യുന്ന ടാസ്കിൽ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല. കാരണം ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ എന്റെ കൈ ഇങ്ങനെ വർക്കൊണ്ടിരിക്കുക, മറ്റേ നമ്മൾ കാലുകൊണ്ട്. ഓ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസിലേക്ക് ദേഷ്യപ്പെടുന്ന ഒന്നാണ്. കാരണം അവിടെ ഞാൻ അനൗൺസ് ചെയ്തു, സിജു ഇത് കുട്ടിക്കളിയല്ല. ഞാൻ പറഞ്ഞ കുട്ടിക്കളിയല്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, എനിക്കിവിടെ ഹെൽത്ത് മോശമാണെന്ന് അറിയത്തില്ലെന്ന് ചോദിച്ചിട്ട് ഞാനത് പറഞ്ഞു. കാരണം എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഞാൻ രാവിലെ പോയിട്ട് എന്റെ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ അത് ബിഗ് ബോസിന് കുറ്റം പറഞ്ഞല്ലേ. കാരണം അവര് അവരുടെ രീതി അനുസരിച്ച് സിജു ഇത് കുട്ടിക്കളിയല്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അവിടെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. കാരണം ഞാനിത് ഹോൾഡ് ചെയ്യുമ്പോൾ എന്റെ ബോഡി ഇങ്ങനെ പറക്കുക. അപ്പൊ എനിക്ക് ആ ദേഷ്യം ആരോടെങ്കിലും തീർക്കണം. എനിക്ക് ഇവിടെ ആരുമില്ല പറയാനായിട്ട്. അടുത്ത് എന്റെ വേറെ ഒരു ഗെയിം കളിക്കുന്ന ആളുണ്ട്, എനിക്ക് അയാളെന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കത് വിഷയം കണ്ടാണ്. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ സ്വയം ഇങ്ങനെ പല്ലും കടിച്ചോണ്ട് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ മേ ബി ബിഗ് ബോസിനോട് ഇറിറ്റേറ്റ് ആയിട്ടുണ്ടാവും, അതുമായിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞത്. അപ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഈ മുൻപത്തെ സീസണിലൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ പോലും ഈ സീസൺ കഴിഞ്ഞിട്ട് സമയം കുറേയധികം, അതായത് സീസൺ 1 മുതലുള്ള കുറേയധികം വിവാദങ്ങൾ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്താണെങ്കിൽ പോലും മുൻപത്തെ സീസണിലെ മത്സരാർത്ഥികൾ വരെ ചേർത്ത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മാരാറാണെന്നുണ്ടെങ്കിലും അതുപോലെ സിബിനാണെന്നുണ്ടെങ്കിലും ഒക്കെ, അതായത് ബിബിയുടെ സെലക്ഷൻ ഉൾപ്പെടെയുള്ള കോൺട്രവേഴ്സികളും അതുപോലെ തന്നെ ഉള്ള ബാക്ക് ടു പരിപാടികളും ഒക്കെ. ശരിക്കും ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ ഓപ്പണായി സംസാരിക്കുന്ന രീതിയിലേക്ക് ഷോ കഴിഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ആ പറയണ തീരുമാനത്തിനെ ഏതെങ്കിലും രീതിയിൽ പരിമിതപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു? ഷോ കഴിയുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു അവരുടെ, ഞാൻ പുറത്തായ സമയത്ത് അവിടുത്തെ ഇങ്ങനെ പറഞ്ഞു എന്റെ വോട്ടിന്റെ കാര്യങ്ങൾ എനിക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും തന്നെ അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള, നമുക്ക് എത്ര വോട്ട് ഉണ്ടെന്ന് നമ്പർ ഓഫ് വോട്ട്സ് കാണിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്പർ ഓഫ് ഞാൻ ഇതിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്, സോ ആണെങ്കിൽ ഇത് കണ്ടാൽ കൊള്ളാന്ന് പറഞ്ഞു. പറഞ്ഞില്ല, അത് നമുക്കത് പോസിബിൾ അല്ല, ആർക്കാണെങ്കിലും പോസിബിൾ അല്ല. പക്ഷെ ഞാനത് ഇങ്ങനെ പലയിടത്തും ഞാൻ പറഞ്ഞു, കാരണം ഞാൻ ഇതിൽ പങ്കെടുത്ത ആളല്ലേ, ഞാൻ പുറത്തായല്ലോ, ആ പരിപാടി അങ്ങ് എൻഡ് ചെയ്തു.
പിന്നെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവല്ലോ. ഓക്കെ, എനിക്ക് ഇത്ര എന്തുകൊണ്ട് പുറത്തായി. കാരണം ഞാൻ പുറത്താകുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു വേർഡ് ആരുടെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തായതെങ്കിൽ ആ വിഷയം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് തിരുത്തപ്പെടാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോ ഓഡിയൻസുമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് അവിടെയുള്ള ആൾക്കാരായിട്ടാണ് സംസാരിക്കുന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ മൊത്തം ക്യാമറ ടു ഓഡിയൻസിലാണ്. അപ്പോ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അറിഞ്ഞാലല്ലേ എനിക്ക് നാളെ ഭാവിയിൽ തിരുത്തി മെച്ചപ്പെടാൻ പറ്റുള്ളൂ. ആ തിരുത്തൽ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വോട്ടിന്റെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ എനിക്കൊരു പറഞ്ഞു, സിജു ഒരു കാര്യം ചെയ്യും, ഫിനാലെ സമയത്ത് നമുക്കിത് എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിക്കാം, എത്ര വോട്ടാണ് കിട്ടിയതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ശരിക്കും ഓപ്പണായി കാണിക്കുന്ന കുറച്ചുകൂടി സ്വീകാര്യത കിട്ടില്ല ചെയ്യുക. അത് അനിവാര്യമല്ലേ ശരിക്കും ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ളത് ബോധ്യപ്പെടാൻ നല്ല ഗുണം ചെയ്യില്ല ശരിക്കും. ആസ് എ ഒരു വ്യൂവർ എന്ന രീതിയിൽ ഞാൻ പണ്ട് റിവ്യൂ പറയുമ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പൊ നമ്മളെല്ലാവരും ബിഗ് ബോസ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു തോന്നലുണ്ട്, ഞാൻ വോട്ട് ചെയ്തിട്ടാണ് അവിടെ ഇന്നാണ്. ഇപ്പൊ റോഹൻ എണ്ണത്തുണ്ട്, റോഹൻ ബ്രോ അതിൽ നിൽക്കുന്നത് സിജോയുടെയും കൂടെ വോട്ട് കിട്ടിയിട്ടാണെന്ന് തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്പർ പുറത്തായി കഴിഞ്ഞിട്ട് ഒരാൾ പുറത്താകുന്നു, പുറത്തായതിനു ശേഷം ആ വ്യക്തിയുടെ നമ്പർ ഓഫ് വോട്ട്സ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ത്രില്ല് തോന്നും, വോട്ട് ചെയ്യാനും തോന്നും. എന്റെ വോട്ട് വേസ്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ഇന്നതാണെന്ന് നമുക്കൊരു രസം തോന്നും. അത് അവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വോട്ട് കാണിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ അവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്, പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഇനിയും പറയാം. കാരണം നമ്മൾ അടുത്ത ബിഗ് ബോസ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യും. അപ്പോഴും ഞാൻ പറയും ഉറപ്പായിട്ടും. കാരണം നമ്മൾ പല സീസൺ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പോൾ ഇടുമല്ലോ, യൂട്യൂബ് പോൾസ് ഉണ്ടല്ലോ, യൂട്യൂബ് പോൾസിനകത്തുള്ള വോട്ട്, കാരണം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ യൂട്യൂബിലും ഉണ്ട്, അല്ല വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ യൂട്യൂബിലും ഉണ്ട്, ഹോട്ട്സ്റ്റാർ. അപ്പോൾ ഈ പുറത്തായപ്പെട്ട വ്യക്തിയുടെ വോട്ടും നമ്മൾ ഈ പോളിൽ കാണുന്ന വോട്ടൊക്കെ തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആലോചിക്കും എന്താ ഇത് ഇങ്ങനെ സംഭവിച്ചെന്നൊരു തോന്നുന്നുണ്ടാവും. ഒന്നും വേണ്ട, ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഈ ബിഗ് ബോസിൽ ഭയങ്കര സ്വീകാര്യത കിട്ടി അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, ആരുടെ പേര് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവരിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോവേഴ്സിനുണ്ടോ നോക്കിയാലോ, അവർ വീഡിയോ ഇട്ട് കഴിഞ്ഞാലുള്ള കമന്റ്സിനുണ്ടോ നോക്കിയാലോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ജനപിന്തുണ പോലും ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ഈ വോട്ട് ഇടുന്ന വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ എവിടെ? ഈ വോട്ട് ചെയ്ത ആൾക്കാർ ഒന്നെങ്കിൽ പോയി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയോ അവർക്കൊരു സ്വാഭാവികമായിട്ട് പിന്തുണ വരുന്ന വീഡിയോസുകളിലും അല്ലേ, അതെവിടെ? അല്ലെങ്കിൽ ഭയങ്കര വോട്ട് ചെയ്യാനുള്ള മിഷൻസ് എവിടെയെങ്കിലും ആരും ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കാണണ്ട ഈ സംഭവം. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഞങ്ങളൊക്കെ സംശയിക്കുന്ന പോലെ ഇവിടെ എന്തൊരു മെഷീൻ ഉണ്ട് വോട്ട് ചെയ്യാനായിട്ടുള്ള, ആ മെഷീൻ വഴിയായിരിക്കും. ഇത് ശരിക്കും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സജീവം അല്ലാത്തവരാണ് സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ പോലും ഇവരെ കാണുന്നത് ശരിക്കും ഇതിലൂടെയും കൂടിയായിരിക്കും അല്ലെ? അങ്ങനെ വരില്ല. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എന്റെ അമ്മ ബിഗ് ബോസ് കാണുന്ന ആളാണ്, എന്റെ അമ്മ വോട്ട് ചെയ്യാൻ അമ്മയ്ക്ക് അറിയില്ല. അപ്പോ നമുക്ക് ഈ വോട്ട് എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാലോ. മൊബൈൽ വോട്ടോ SMS വോട്ടോ ഇല്ല അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് അത് വിസിബിൾ ആവണം, ആ സംഭവം വിസിബിൾ ആവേണ്ടതല്ലേ? അതില്ലാത്ത അല്ല, ശരിക്കും അത് കുറച്ചുകൂടി ഈ പറഞ്ഞ ഒരു സ്വീകാര്യത കൂട്ട് തന്നെയാണ് ചെയ്യുക. ഉറപ്പായിട്ടും കൂട്ടത്തിലുള്ളൂ. ഈ മുൻപും ശേഷവും പറഞ്ഞ ഒരാൾ തന്നെ കുറേ പേര് ബിഗ് ബോസുമായിട്ട് ഇപ്പൊ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നുള്ള ഒരു പിക്ചർ അല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ശരിക്കും ഇത് നല്ലതോ ചീത്തയോ, ഐ മീൻ കയറണോ വേണ്ടയോ എന്ന് ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? കാരണം ഇപ്പോ ഞാൻ എന്റെ കാര്യം വെച്ചിട്ട് പറയുള്ളൂ. ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ കയറിയതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ കൈരളിയിൽ ഈ ഒരു ഇന്റർവ്യൂ തരികയും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്നെ നിങ്ങൾ വിളിക്കുന്ന എന്റെ ഒരു ഭാഗ്യമാണ്. കാരണം ഒരു ചാനലിൽ നിന്നെ വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ബിഗ് ബോസ് പോയില്ലെങ്കിൽ ഇങ്ങനെ വിളിക്കില്ല. ഞാൻ സിജോ ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ മാറുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ ആരും വിളിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ നടന്നു പോവാണ്, സിജോ ഇല്ലെന്ന് വെച്ചിട്ട് എന്നെ കൈമുക്കി കാണിച്ചിട്ട് അമ്മയോ ഒരു സഹോദരി ഒരു സഹോദരനോ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് മോനയുടെ ഇങ്ങനെ വന്നിടന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ബിഗ് ബോസ് എന്ന് എനിക്ക് പേഴ്സണലി ഗുണം തന്നിട്ടുള്ള ഒരു ഷോ തന്നെയാണ്. ആ ഗുണം നിലനിൽക്കെ തന്നെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു നെഗറ്റീവ് സൈഡ് എന്തായിരുന്നു? നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ പെർഫോമൻസ് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയില്ല. അതെന്റെ ഞാൻ കാരണം ഉണ്ടാകാവുന്ന ഒരു മിസ്റ്റേക്ക് അല്ല. ഒരു ഷോ ആകുമ്പോഴത്തേക്കും പ്രൊവോക്ക് ചെയ്യാം, ഇത് പ്രൊവോക്ക് ചെയ്യേണ്ട ഒരു ഷോ ആണ്. അപ്പൊ അതിൽ എന്റെ ഫ്ലോ നഷ്ടപ്പെടുത്തി നോർത്ത് എനിക്ക് അതൊരു കാരണം അത് എന്താ പറയണ്ടേ, അങ്ങനെ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇത്തിരി നന്നായിട്ട് പോകാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു കാര്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, അന്തസ്സായിട്ട് തന്നെ ഞാൻ പറയാം, PR കൊടുക്കാണ്ട് പോകരുത്. കൺഫേം ആയിട്ട് ഞാൻ പറയാം. ഈ PR എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരു തവണ ഈ PR-നെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ ഇപ്പം എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള യൂട്യൂബേഴ്സ് തന്നെ പറഞ്ഞു, സിജോക്ക് എന്താ PR-നെ പറ്റി അറിയത്തില്ലേ, എല്ലാവരും PR ചെയ്യുന്നതല്ലേ, മറ്റേതെല്ലാം മറിച്ചാൽ എന്ത് PR ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ PR ചെയ്തിട്ടില്ല. ₹1 മുടക്കി ഞാൻ PR ചെയ്തിട്ടില്ല.
ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ എന്റെ അടുത്ത് പറഞ്ഞു സിജോ എന്നെ ഒരാളെന്നെ വിളിച്ചു ഇതൊക്കെ പറഞ്ഞു ബിഗ് ബോസിൽ പോകുന്ന എനിക്ക് കേട്ട് മാത്രം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം അറിയാവുന്ന ഒരാളെ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു സിജുവിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ പൊന്നിയേട്ടാ എനിക്കറിയത്തില്ല പൈസ എന്നുള്ള സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ വേണ്ട എന്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ലക്ഷങ്ങൾ, അതായത് 1, 2, 3, 4, 5 ലക്ഷം ഒന്നും അല്ല, 20 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും കൊടുത്തിട്ട് PR ആൾക്കാരെ കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ അവരുടെ പേര് ഇപ്പൊ പറയുന്നില്ല, ഞാൻ വീണ്ടും പറയാണ് 100% ബഡ്ജറ്റില് പ്രൊമോഷൻ ചെയ്തിട്ടല്ലേ PR വർക്ക് ചെയ്തിട്ട് പിന്നെ എന്തായാലും അല്ലേ എന്താ പിന്നെ അതിൽ ബെനിഫിറ്റ്? ഞാൻ എന്റെ 3 കോടി കിട്ടാൻ വേണ്ടി 5 കോടി ചെലവാക്കാൻ അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അല്ല അങ്ങനെയുള്ള ആൾക്കാർ എനിക്കറിയാം. ഇപ്പൊ നിങ്ങള് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഞാൻ പറയാണ് 5 ലക്ഷമോ 10 ലക്ഷം രൂപ കൊടുത്ത് PR കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കുള്ള വിഷയം അറിയാവോ, നമ്മൾ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ അവർ പർച്ചേസ് ചെയ്യും. 100% കുറെ ആൾക്കാരെ പർച്ചേസ് ചെയ്യും, കമന്റ് സെക്ഷൻ പർച്ചേസ് ചെയ്യും. അപ്പൊ നമ്മൾ ബിഗ് ബോസിൽ കാണുമ്പോഴത്തേക്കും കമന്റ് സെക്ഷനിൽ കാണുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ റിവ്യൂ എല്ലാവരും അല്ല ഞാൻ പറയാം, കുറച്ച് ആൾക്കാർ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ റിവ്യൂവോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇതിനൊക്കെ മാറ്റമുണ്ട് എന്നുള്ളത് വെൽ എഡിറ്റഡ് ഷോ ആണ് അല്ലേ അതിന്റെ എഡിറ്റ് ചെയ്യേണ്ട. എനിക്ക് തോന്നുന്നു ഞാനൊരു കാര്യം, നമ്മൾ ഈ സ്ക്രിപ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ പോലും അതിനേക്കാൾ പല സാഹചര്യങ്ങളിലും അതിനേക്കാളും ഭയാനകമല്ല ശരിക്കും വെൽ എഡിറ്റഡ് ഷോ എന്ന രീതിയിലേക്ക് പറഞ്ഞിരിക്കും അല്ലെ. എവിടെ എങ്ങനെ വേണമെങ്കിലും അതിനെ മാറ്റാൻ ഇതിൽ പറ്റില്ല. നമ്മൾ 24 മണിക്കൂറുള്ള സംഭവത്തിൽ 1.5 മണിക്കൂറായിട്ട് കാണിക്കുകയാണ്. ഓക്കെ, ഈ 1.5 മണിക്കൂറായിട്ട് കാണിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ അതിനകത്ത് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഒന്നും വേണ്ട, ബിഗ് ബോസിന്റെ 100 എപ്പിസോഡ് ഉണ്ടല്ലോ, ഈ 100 എപ്പിസോഡിന്റെ ടൈറ്റിലില്ലേ ബിഗ് ബോസ് നമ്മൾ ഹോട്ട്സ്റ്റാറിൽ കാണുന്നത്, ഈ ടൈറ്റില് എല്ലാം ഒന്ന് കൂട്ടി വായിച്ചെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ കിട്ടും. അതായത് ഒരു കഥ ഉണ്ടാവും അതിനകത്ത്, എന്താണ് സംഭവിച്ചതെന്നുള്ള 100 ദിവസം ഒരു കഥ ഉണ്ടാവും. ഈ കഥയാണ് സത്യത്തിൽ അത് എഡിറ്റ് ചെയ്യാതെ പുറത്തിറക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട്. പിന്നെ അതിനകത്ത് ഞാൻ ചോദിക്കുന്ന പറഞ്ഞു, ഈ എഡിറ്റിംഗിലെ വ്യക്തി താല്പര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? പോർട്രേറ്റ് ചെയ്യുക ഒരാൾ ഭയങ്കരമായിട്ട് ഉണ്ടാവും, ഉറപ്പായിട്ടും എന്റെ വ്യൂ പോയിന്റിൽ ഉണ്ടാവും ഞാൻ പറയുള്ളൂ. അത് അവരങ്ങനെ ചെയ്യും, എന്റെ വ്യൂ പോയിന്റാണ് ഞാൻ പറയണം. കാരണം ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം. ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഹോട്ട്സ്റ്റാർ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ടാസ്ക് ഉണ്ടാവും, നിങ്ങൾ കണ്ടോ? എനിക്ക് ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ ഒരു ടാസ്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് നല്ല ബോധമുണ്ട്, നമുക്കൊരു ദിവസം സിജോയുടെ പേരിൽ ഒരു ടാസ്ക് കിട്ടി കഴിഞ്ഞാൽ ആ ദിവസത്തെ എപ്പിസോഡിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ഞാൻ ഉണ്ടാവും. കാരണം സിജോ ആണ് പെർഫോമർ, കിട്ടും. എനിക്കൊരു ടാസ്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു രീതിയിൽ എനിക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല. ഒരു സീസണിൽ ഇപ്പം എന്റെ സീസണിൽ ഉണ്ടാകുന്ന ആൾക്കാരിലും 3, 4 തവണ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ടാസ്ക് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാൾക്ക് 1 തവണ കൊടുക്കാം, ഓക്കെ, 2 തവണ കൊടുക്കാൻ ഓക്കെ, 3 തവണ കൊടുക്കുമ്പോഴത്തേക്ക് എന്റെ അർത്ഥം എന്താ, ഇപ്പുറത്ത് 1 തവണ പോലും കിട്ടാത്ത ഞാനുണ്ട്. ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്, എനിക്കെന്താ തരാത്ത, ഞാൻ ചോദിച്ചു നേരിട്ട് പോയി, എനിക്കെന്താ നിങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ടാസ്ക് എന്താ എനിക്ക് തരാത്തെന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് ചോദിക്കാനല്ലേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത് പുറത്തു തരണം, അല്ലെങ്കിൽ എനിക്ക് ടാസ്ക് തരണം. അപ്പൊ എനിക്ക് അതിനകത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻഡ് ഓഫ് ദി ഡേ എനിക്ക് എല്ലാം പാസ്റ്റ് ആണ്, എനിക്കെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. അവിടെ വെച്ചുണ്ടായ ഫിസിക്കൽ ഇഷ്യൂസ് ആണെങ്കിലും എല്ലാം എനിക്കതെല്ലാം ഞാനിങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് എനിക്ക് കിട്ടിയതെല്ലാം ബോണസാണ് എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കാരണം എനിക്കിതിനപ്പുറത്തേക്ക് ഇനിയും പോകാനായിട്ട് ഒരുപാട് ഉണ്ടാവും. ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ പോരെ, ഞാൻ നെഗറ്റിവിറ്റിയിൽ ചിന്തിക്കുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ മുന്നോട്ട് പോകും. യെസ്, കുറെ നേരമായിട്ട് ബിഗ് ബോസ് ആയിട്ട് ഞാൻ ഇത്രയും ദിവസം അവിടെ കണ്ടതും പോരാ, പിന്നെ ഇറങ്ങിയിട്ട് സിജോ എന്ന് പറഞ്ഞാൽ അത് അച്ചുകൂടി ചേർന്നതാണ് പൂർണ്ണമാവെന്ന് പറഞ്ഞ പോലെ. പരസ്പരം ശരിക്കും നിങ്ങൾ ശരിക്കും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിലമതിക്കുന്ന ഒരു കാര്യം എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അവരുടെ ക്വാളിറ്റി ആയിട്ട് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയാം, ഞാനിപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ജഡ്ജ് ചെയ്യുമ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അത് തെറ്റായി പോകാറുണ്ട് എൻ്റെ തീരുമാനങ്ങൾ. പക്ഷേ ഇപ്പോൾ പ്രായത്തിൽ എന്നെക്കാൾ ഏതാണ് ഇപ്പം നമ്മൾ പറയില്ലേ മറ്റേ ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ ചില ആൾക്കാർ പറയും, ഭയങ്കര തെറ്റാണ്. ഇവിടെ അത് മെയിൻ ബുദ്ധി അതാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അവളുടെ ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. കാരണം ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടാവുമെങ്കിൽ 100% അത് അച്ചു ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ലൈഫിൽ സക്സസ് ആവില്ല. ഇങ്ങനെ പറയണോ, ഇങ്ങനെ ഇന്റർവ്യൂവിൽ പറയണമെന്ന് എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു കേൾക്കട്ടെ, എന്താ
എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. ആൻഡ് കുറേ നേരം കുറേ അധികം വിശേഷങ്ങളായിട്ട് കൈരൽ ടി വിക്ക് ഒപ്പം ഉണ്ടായിരുന്നത് സിജു ആൻഡ് ലിനു ആയിരുന്നു. ആൻഡ് നമ്മൾ കണ്ട കാഴ്ചകൾക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഇത്രത്തോളം വൈബ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്ന കുറേ സമയം കൂടിയായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേപോലെ കളറായിട്ട് പോട്ടെ, കുറേ സ്വപ്നങ്ങളും ബിസിനസ് പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.